ഇൻസൈഡിലേക്ക് സ്വാഗതം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും മുൻ MLA-യുമായ ശ്രീ A.A. ഷുക്കൂറാണ് ഇൻസൈഡിൽ നമുക്കിന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. വെൽക്കം. ജനപക്ഷയാത്രയുടെ ഒരു തിരക്കൊക്കെ കഴിഞ്ഞാണ് നമ്മളിപ്പം ഈ കൂടിക്കാഴ്ച. എങ്ങനെ വിലയിരുത്തുന്നു ജില്ലയിലെ പര്യടനം? ജില്ലയിലെ ജനപക്ഷയാത്രയുടെ പര്യടനം വമ്പിച്ച വരവേൽപ്പ് നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. ജനപക്ഷയാത്രയ്ക്ക് ഇത്രമാത്രം ജനപങ്കാളിത്തം ഉണ്ടാക്കാൻ കഴിഞ്ഞ, 9 മഹാസമ്മേളനങ്ങൾ നടത്താൻ കഴിഞ്ഞ, അതിന്റെ ഭാഗമായി പാർട്ടിയുടെ സന്ദേശം പ്രത്യേകിച്ച് മദ്യനയം ഉൾപ്പെടെ ഭവനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞ ഒരു വലിയ സംരംഭമാണ് ഞങ്ങൾ ജനപക്ഷയാത്രയിലൂടെ ഉദ്ദേശിച്ചത്. ആലപ്പുഴ ജില്ലയിൽ അതിൻ്റെതായ പൂർണ്ണ ഫലം ലഭിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഭവന സന്ദർശനത്തിലൂടെ ഫണ്ട് സമാഹരണം, അതെന്താണോ ടാർഗറ്റ്, ആ ടാർഗറ്റ് അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വമ്പിച്ച കാര്യമാണ്, ഒരു മുന്നേറ്റമാണ്. പിന്നെ ഈ രാഷ്ട്രീയമായ കാലാവസ്ഥ, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, അതിൻ്റെ ഇടയിൽ ജനങ്ങൾ ഇതെങ്ങനെ കാണുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തികച്ചും ജനമനസ്സുകൾ ഈ കാര്യത്തിൽ ഗവൺമെന്റ് എടുത്ത നിലപാടിൽ, KPCCയുടെ നിലപാടിൽ അതീവ സന്തുഷ്ടരാണ് എന്ന് തെളിയിക്കുന്നത് കൂടിയായിരുന്നു ഈ യാത്ര എന്ന് ഒരു അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. അടുത്തിടയ്ക്ക് കുറേയേറെ വിവാദങ്ങളുണ്ടായി. അപ്പം അതിൽ നിന്നൊക്കെ ഒരു റീസെറ്റ് ഈ ജനപക്ഷയാത്രയിൽ നിന്ന് പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും രാഷ്ട്രീയത്തിൽ, സമകാലീന രാഷ്ട്രീയത്തിൽ വിവാദങ്ങൾ ഏറെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെക്കാൾ കൂടുതൽ വിവാദമുണ്ടായത് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളുടെ ഇടയിലാണ്, പാർട്ടിയിലാണ്, മുന്നണിയിലാണ്. പക്ഷെ ആ വിവാദങ്ങളെല്ലാം ജനമനസ്സുകളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പാർട്ടി ഒരു സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതിൽ ഗവൺമെന്റ് നയം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു വലിയ വിജയമുണ്ടാക്കാൻ കഴിഞ്ഞ കാലഘട്ടമാണ്. ശ്രീ VM സുധീരന്റെ നേതൃത്വത്തിലുള്ള KPCC എടുത്ത നിലപാട്, ആ നിലപാട് പൂർണ്ണമായും ഗവൺമെന്റ് ഒരു അതിന്റെ താല്പര്യം, ഗവൺമെന്റ് എടുത്ത സത്യസന്ധമായ അതിന്റെ അടിസ്ഥാനത്തിലുള്ള നയസമീപനം, അതിലൊന്നും ഒട്ടും വെള്ളം ചേർക്കാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. അപ്പോ ആരെന്തു പറഞ്ഞാലും ചില ആളുകൾക്ക് അസംതൃപ്തിയുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഉണ്ട്. പക്ഷെ അതൊന്നും ഒരു വലിയ സാമൂഹ്യ വിഷയം, അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ സമീപനം അതിന് വിഘാതമായി വരില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ഈ അസംതൃപ്തി എന്ന് പറഞ്ഞല്ലോ, K. മുരളീധരൻ അടക്കമുള്ളവർ അസംതൃപ്തി പ്രകടിപ്പിച്ചു. ജില്ലയിൽ നിന്ന് ഏതെങ്കിലും അസംതൃപ്തി താങ്കൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ മുരളീധരന്റെ കാര്യം അത് അസംതൃപ്തിയായിട്ട് കാണാൻ കഴിയില്ല. മുരളീധരൻ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. കോൺഗ്രസിൽ എല്ലാ കാലത്തും അഭിപ്രായങ്ങളും, വ്യത്യസ്ത അഭിപ്രായങ്ങളും ഉണ്ട്. പക്ഷെ അസ്ഥാനത്തല്ലായിരുന്നു അഭിപ്രായം. അതും അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ആ അഭിപ്രായം പറഞ്ഞ ആളുകളുടെ, അതിനോട് യോജിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ് അഭിപ്രായമായിട്ട് കണ്ടാൽ. പക്ഷെ അതൊന്നും ഒരു പൊതു വിഷയത്തിൽ, ഒരു സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യം എന്ന നിലയിലെടുക്കുമ്പോൾ ഒന്നത്ര വളരെ ഗൗരവമാക്കേണ്ട കാര്യങ്ങളല്ല എന്നുള്ളതാണ് എന്നെപ്പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ മനസ്സിൽ പറയുന്നത്. ആലപ്പുഴ ജില്ലയിൽ ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്നും അസംതൃപ്തിയുടെ സ്വരം താങ്കൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? ആലപ്പുഴ ജില്ലയിൽ ഒരു സ്വരം കേട്ടു, പക്ഷെ ഞാൻ അത് വളരെ കാര്യമായി എടുത്തില്ല. എങ്കിലും ചിലയിടത്ത് നമുക്ക് പറയേണ്ടി വന്നു. ഈ സ്ഥാപിത താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ പ്രത്യശാസ്ത്രം എന്ത്, അവരുടെ ധർമ്മം എന്ത്, അവരെന്തിനു വേണ്ടി നിലകൊള്ളുന്നു, ഏത് ആദർശമാണ് അവരുടേത്, ഇതെല്ലാം സ്ഥാപിത താല്പര്യത്തിന് പിന്നിൽ മറന്നുപോകും. അങ്ങനെ ഒരു മറവിയായിട്ടേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. പക്ഷെ അവരൊന്നും വിചാരിച്ചാൽ അന്ന് ഈ ജനമുന്നേറ്റത്തെയും ഈ ജനങ്ങളുടെ പൊതു താല്പര്യത്തെയും തകർക്കാൻ കഴിയില്ല.
അത് ശ്രീ VM സുധീരന്റെ നേതൃത്വത്തിലുള്ള ഈ യാത്ര, KPCCയുടെ ജനപക്ഷ യാത്ര ആലപ്പുഴ ജില്ലയിൽ തെളിയിച്ചു. ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നു വരുന്നതിന്റെ ഒരു ദിവസം മുമ്പാണ് ചില കോണുകളിൽ നിന്ന് ചില അപശബ്ദങ്ങൾ ഉണ്ടായത്. അതിനെ അത്ര ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. കാരണം ആ സമൂഹം തന്നെ വളരെ വലിയ പിന്തുണയായിട്ട് നിൽക്കുകയാണ്. കാരണം ആ ആദർശം അതാണ്, ആ ദർശനം അതാണ്, ആ പ്രസ്ഥാനം അത്തരം മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. ആരുയർത്തിയ മുദ്രാവാക്യം? ശ്രീ VM സുധീരൻ KPCCയിൽ ഉയർത്തിയ മുദ്രാവാക്യം. അതാണ് ജനപക്ഷ യാത്ര. അതിനെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. പൊതുവെ അത് പ്രസിഡന്റ് പറഞ്ഞ് അംഗീകരിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നു. പൊതുവെ ഗ്രൂപ്പ് സമവാക്യങ്ങളും ഗ്രൂപ്പ് നേതാക്കളും വളരെയേറെ ഉള്ള ജില്ലയാണ് ആലപ്പുഴയിൽ. ഈ ഗ്രൂപ്പ് നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു കോർഡിനേഷൻ പൂർണ്ണമായിട്ടും താങ്കൾ ലക്ഷ്യം വെച്ച രീതിയിൽ കിട്ടിയിട്ടുണ്ടോ? ഗ്രൂപ്പൊക്കെ യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിൽ ഗ്രൂപ്പും ഗോത്രവും ഒക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം ഞങ്ങൾക്ക് ഒരു പൊതു വിഷയത്തിൽ ഞങ്ങളെല്ലാം ഒരുമിച്ച് പോകും. പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്, ഇനിയും തെളിയിക്കപ്പെടും. പക്ഷേ അപ്പുറത്തത് അങ്ങനെയല്ല. ഞാനത് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കും. പക്ഷേ ഗ്രൂപ്പൊക്കെ ഉണ്ട് എങ്കിൽ പോലും, ഗോത്രമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ യാത്രയ്ക്ക് അത്തരത്തിലുള്ള ഒരു വെല്ലുവിളി ആലപ്പുഴ ജില്ലയിൽ നേരിടേണ്ടി വന്നില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറയുക. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ട്. ഞാനത് തുറന്നു പറയുകയാണ്. പക്ഷെ ആ അഭിപ്രായങ്ങൾ അതിന്റെ പേരിൽ KPCCയുടെ ഒരു പരിപാടിയെ തകർക്കാൻ ഞങ്ങൾ ആരുമില്ല. അത് ബോധ്യപ്പെടുത്തിയ ജില്ലയാണ് ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു നഗരസഭയാണ് കായംകുളം. വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള നഗരസഭ. ജില്ലയിൽ കോൺഗ്രസിന് ലഭിച്ച 4 നഗരസഭകൾ പ്രധാനപ്പെട്ടത്. പക്ഷേ കായംകുളം നഗരസഭ എപ്പോഴും DCC പ്രസിഡന്റുമാർക്ക് തലവേദനയാണ്, താങ്കൾക്കും തലവേദനയാണ്. 4 വർഷം കൊണ്ട് 4 അധ്യക്ഷന്മാരാണ് നഗരസഭ ഭരിച്ചത്. ഇത് പലപ്പോഴും ഗ്രൂപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഉള്ളതാണ്. ശരിക്കും കായംകുളം നഗരസഭ ഒരു തലവേദനയല്ലേ ഇപ്പോഴും? ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം കൂടി ആ കൂട്ടത്തിൽ പറയുകയാണ്. ഞാനൊരു മുനിസിപ്പൽ ചെയർമാനായിരുന്ന ആളാണ്. 1995 നഗരപാലിക നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച് മുനിസിപ്പൽ ചെയർമാനായ ആളാണ്. പാർട്ടി എന്നോട് 2 വർഷം ചെയർമാനായിട്ടിരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ 2 വർഷം ഇരുന്നു. ഒരു ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ രാജി കൊടുത്തു. അടുത്ത ചെയർമാനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അങ്ങനെ പോയ ഒരു പാരമ്പര്യം, അത്തരത്തിൽ പ്രവർത്തിച്ച ഒരു എളിയ കോൺഗ്രസ് പ്രവർത്തകനാണ് ഞാൻ. ഈ സത്യത്തിൽ ഈ വീതം വെക്കുന്നതിനോട് യോജിക്കുന്ന ആളേ അല്ല. പക്ഷെ പലപ്പോഴും പാർട്ടിക്കകത്ത് ചില ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളുടെ എണ്ണം പെരുകുമ്പോൾ ചില ഉണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ചില ഘടകകക്ഷികൾ തമ്മിൽ ഇപ്പോൾ CPM ഘടകകക്ഷികൾ CPIക്ക് പഞ്ചായത്തുകളുടെ എണ്ണം കൂടിയല്ലോ. 1 വർഷത്തിന് മുമ്പ് പഞ്ചായത്തുകളൊന്നും ഇല്ലായിരുന്നതാണല്ലോ. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം CPIക്ക് വന്നില്ല. ഘടകകക്ഷികളുടെ ഒരു ധാരണയുടെ ഭാഗമാണ്. അങ്ങനെ ഇവിടെ സംഭവിച്ചു. ഞാൻ പറഞ്ഞു വന്നോട്ടെ. ചെങ്ങന്നൂരിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് ആണ്. ഞങ്ങൾ ബഹുഭൂരിപക്ഷം അംഗങ്ങളുള്ള സ്ഥലമാണ്. ഒരു 2ാം ടൈം കൊടുത്തത് കേരള കോൺഗ്രസ്, 3ാം ടൈം കൊടുത്തത് കേരള കോൺഗ്രസിനാണ്. അപ്പോൾ ഇത് ഒരു പാർട്ടിയിൽ 4 ചെയർപേഴ്സൺമാർ എന്നുള്ളത് നിശ്ചയിച്ചുകൂടെ? പക്ഷെ അത് പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് വ്യക്തിഗതമായി. പാർട്ടിയിൽ ഇനിയും അത്തരത്തിലേക്ക് പോകരുത്. പിന്നെന്താണ് സംഭവിച്ചത്? ഇപ്പൊ ഘടകകക്ഷികളിലെ എല്ലാ ഘടകകക്ഷികൾക്കും അവസരം കൊടുക്കേണ്ടി വരും. അതൊരു മുന്നണി സംവിധാനത്തിൽ പാർട്ടി സംവിധാനത്തിൽ ഒരു പാർട്ടിയിൽ നിന്ന് തന്നെ 4 വർഷം 4 പേർ ഭരിക്കുക, 4 പേര് ഒരാളിനെ. ഞാനത് തുറന്നു പറഞ്ഞല്ലോ, വ്യക്തിപരമായി അതിനോട് യോജിക്കുന്നില്ല. ചിലപ്പോൾ 1 2 പേരെ 2 പേരെ വരെ വെക്കാറുണ്ട്. അതെല്ലാം ഫലപ്രദമായി വിജയകരമായി അവരുടെ പ്രവർത്തനങ്ങൾ ആ നഗരത്തിൽ കാണാനും കഴിഞ്ഞിട്ടുണ്ട്. മാതൃകയാണ് അതൊക്കെ. പക്ഷെ ഇവിടെ ഉണ്ടായത് വ്യത്യസ്തമായ ഒരു ചിത്രമാണ്. ഇനിയും വരും കാലങ്ങളിൽ അങ്ങനെ പോകണമെന്നുള്ളൊരു അഭിപ്രായക്കാരനല്ല ഞാൻ.
ഈ 4 വർഷം കൊണ്ട് DCCക്ക് അതീതമായിട്ട് DCCയെ കടന്നുകൊണ്ട് കായംകുളത്തെ വിഷയം പോകുന്നു. അതല്ലേ ഇത്? താങ്കൾ വ്യക്തിപരമായി ഇതിനെ അനുകൂലിക്കുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഈ സംഭവം തുടർച്ചയായിട്ട് നടക്കുന്നു. ഒരു ചെയർപേഴ്സൺ വരുന്നു, ആ ചെയർപേഴ്സണെ മറ്റൊരു ഗ്രൂപ്പ് വലിച്ചു താഴെ ഇടുന്നു. ഇത് അങ്ങനെ കാണരുത്. അതിനെ കാണേണ്ടത് നമ്മുടെ പാർട്ടിക്കകത്തെടുത്തൊരു ധാരണയാണ്. ഒരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി കൂടി തന്നെ എടുത്ത ധാരണയാണ്. മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായതാണല്ലോ വൈസ് ചെയർമാൻ ഇടയ്ക്ക് രാജിവെച്ച് കോൺഗ്രസിന്റെ വൈസ് ചെയർമാൻ. പക്ഷെ അത് വികസനത്തെ ബാധിക്കുന്നു. അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോ അത് ധാരണ എടുത്തു പോയി. ആ ധാരണ എടുത്തത് നടപ്പിലാക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അത് ആരെടുത്തതായാലും ആ ധാരണ നടപ്പിലാക്കേണ്ടത്, പാർട്ടി തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ടത് ഉത്തരവാദിത്തം എന്നിൽ നിക്ഷിപ്തമാണ്. അത് പൂർണ്ണമായി നിർവഹിച്ച സ്ഥലമാണ് കായംകുളം. അപ്പൊ വിഷമത്തോടെയാണ് ഈ ധാരണ. അത് വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ വരും കാലങ്ങളിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രം ഉണ്ടാക്കണം. വീണ്ടും തുടർ നഗരഭരണം UDFന് ലഭിക്കണം, UDFന്റെ ഭരണ സാരഥികൾ ഉണ്ടാകണം എന്ന അതിയായ ആഗ്രഹം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ, പാർട്ടി തീരുമാനങ്ങൾ സമയബന്ധിതമായി ഇവിടെ കായംകുളത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. നടപ്പിലാക്കി പോയാളാണ് ഞാൻ. അതിനകത്തൊന്നും മറച്ചു വെക്കുന്നില്ല. ഇതില് ഈ ഓരോ ചെയർപേഴ്സണെയും അവരോധിക്കുകയും ഓരോ ചെയർപേഴ്സണെയും വലിച്ചു താഴുകയും ചെയ്യുന്ന ഒരു കൂട്ടം നേതാക്കളാണോ ശരിക്കും പറഞ്ഞ കായംകുളത്തെ പ്രശ്നം? അങ്ങനെ വലിച്ചു താഴെയൊന്നും ഇട്ടിട്ടില്ല. ഇവിടെ സമയം വന്നപ്പോ ചിലർ അവരുടെ ചില പദ്ധതി പ്രവർത്തനങ്ങൾ നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനൊരു ലേശം നീളം കൊടുത്തിട്ടുണ്ട്, ദൈർഘ്യം കൊടുത്തിട്ടുണ്ട്, സത്യമാണ്. പക്ഷെ ഇതെല്ലാം പാർട്ടി ഈ എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുകയും അതിന്റെ ഗുണഫലങ്ങൾ ജനങ്ങൾക്കെത്തിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗം നാടിന്റെ സർവ്വതോന്മുഖമായ പുരോഗതിയുടെ ഭാഗം. അത് പാർട്ടി എടുത്ത ഒരു തീരുമാനം അങ്ങ് വിഷമത്തോടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ധാരണയും തീരുമാനങ്ങളും ഇപ്പൊ പറഞ്ഞല്ലോ. പക്ഷെ ഇത് ഈ ധാരണ അല്ലെങ്കിൽ തീരുമാനം നടപ്പാക്കുമ്പോൾ തന്നെ ഓരോ കോക്കസ് രൂപപ്പെടുകയാണ്. ആ കോക്കസിനെ നിയന്ത്രിക്കാൻ താങ്കൾക്ക് കഴിയുന്നില്ല, ശരിയല്ലേ? കോൺഗ്രസിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമുള്ള ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ നേതൃത്വത്തിലിരിക്കുന്നവർ തയ്യാറാകണം. ഇന്നിപ്പോൾ ആ ചുമതല എന്നിൽ നിക്ഷിപ്തമായതുകൊണ്ട് ഞാൻ എല്ലാവരും ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഞാൻ അതിനകത്ത് വ്യത്യസ്തമായ ഒരു രീതിയിലും പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ വ്യക്തിപരമായ താല്പര്യം അടിച്ചേൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പൊതു താല്പര്യം, പാർട്ടി തീരുമാനങ്ങൾ ഇതെല്ലാം നടപ്പിലാക്കിയത് കൊണ്ടാണ് ഇത്രയും കാലം വളരെ ഒരു പുഷ്പത്തിന്റെ ഇതൾ എങ്ങനെ കൊഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ അത്ര വളരെ ലഘുവായി പ്രശ്നങ്ങളില്ലാതെ, പ്രയാസങ്ങൾ, നൊമ്പരങ്ങൾ ഉണ്ടാക്കാതെ ഇതെല്ലാം ഇത്രയും കാലം നടന്നത്. അത് നടക്കും. ഇതിൽ കായംകുളം നഗരസഭയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബാറിന് ലൈസൻസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹോട്ടലിന് ബാർ നടത്തുന്നതിന് അനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതില് ഈ ഇതുമായി ബന്ധപ്പെട്ട ഫയലിന്റെ പേപ്പറുകൾ അപ്രത്യക്ഷമാകുക, കോഴ ആരോപണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. KPCC പ്രസിഡന്റ് DCC പ്രസിഡന്റായ താങ്കളോട് ആവശ്യപ്പെട്ട പ്രകാരം ഒരു ദ്വയാംഗ കമ്മീഷൻ റിപ്പോർട്ട് താങ്കളുടെ കയ്യിലെത്തി. താങ്കളത് KPCC പ്രസിഡന്റ് കൈമാറി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചോദിക്കട്ടെ, ഈ പ്രശ്നം DCC എങ്ങനെയാണ് ഈ പ്രശ്നത്തെ കാണുന്നത്? ഇത് KPCCയുടെ നയം നടപ്പിലാക്കിയ ഒരു നഗരസഭയായിട്ടാണ് ഞാൻ ഈ നഗരസഭയെ കാണുന്നത്. അതായത് ബഹുമാന്യനായ KPCC പ്രസിഡന്റ് എല്ലാ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും പുതിയ അധികാരം സഖാവ് നയനാർ ഭരണകാലഘട്ടത്തിൽ എടുത്തുമാറ്റിയത് തിരികെ കൊടുത്ത ഗവൺമെന്റാണിത്. കള്ളുഷാപ്പുകൾക്ക്, മദ്യഷാപ്പുകൾക്ക്, ബാർ ഹോട്ടലുകൾക്ക് ലൈസൻസ് NOC കൊടുക്കാനുള്ള അധികാരം മുനിസിപ്പാലിറ്റികൾക്കും പഞ്ചായത്തുകൾക്കായിരുന്നു. എന്നാൽ ഇടതുമുന്നണിയുടെ ഭരണകാലഘട്ടത്തിലെ ആ ഭരണനിർവഹണത്തിന്റെ ഭാഗമായി സഖാവ് നയനാരുടെ കാലഘട്ടത്തിൽ അത് എടുത്തുമാറ്റി. എന്നിട്ട് അത് ഗവൺമെന്റ് കൊണ്ടുപോയി. അതാണ് വീണ്ടും പുനഃസ്ഥാപിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ.
അങ്ങനെ ആ പുനഃസ്ഥാപിക്കപ്പെട്ടു വന്നൊരു കാര്യം നടന്നത് ഈ അടുത്ത കാലത്താണ്. അത് നടന്നതിന് ശേഷം അങ്ങനെ ഒരു നിയമപരമായ നടപടി ഉണ്ടായതിനു ശേഷം നമ്മുടെ KPCCയുടെ തീരുമാനം ഒരു കോൺഗ്രസ് UDF പഞ്ചായത്തുകളും നഗരസഭകളും ഇത്തരത്തിൽ NOCകൾ കൊടുക്കാൻ പാടില്ല. ആ തീരുമാനം വന്നതിന് ശേഷം അത്തരത്തിൽ കാര്യം നടപ്പിലായ മുനിസിപ്പാലിറ്റിയാണ് കായംകുളം. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കഴിഞ്ഞ പഞ്ചായത്തിന്റെ അതായത് 25/1/2013 തോന്നുന്നു, 14 കറക്റ്റ് 14 ജനുവരി മാസത്തിലാണ് ഇതിന് NOC കൊടുക്കാൻ കൗൺസിൽ തീരുമാനിക്കുന്നത്. ആ കൗൺസിൽ തീരുമാനത്തിൽ തന്നെ വിയോജിപ്പുള്ളവരുണ്ടായിരുന്നു. എന്തായാലും അത് സംബന്ധിച്ച് പിന്നെ അതിനുശേഷം KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരന്റെ കാലഘട്ടമായി അദ്ദേഹം ആ കാര്യത്തിൽ ഈ നിയമനിർമ്മാണം കൂടി ഉണ്ടായപ്പോൾ, അതായത് പഴയത് പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോൾ വകുപ്പ് അതിന്റെ അടിസ്ഥാനത്തിൽ ചില നടപടികൾ KPCC ചെയ്തു. അതും പ്രകാരം പിന്നെ തുടർ നടപടിയിലേക്ക് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ എന്താ ഉണ്ടായത്? ആ എടുത്തത് സംബന്ധിച്ച് UDFനകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ഗവൺമെന്റിനെ സമീപിച്ചു. ഗവൺമെന്റിന്റെ പ്രത്യേക അധികാരം വെച്ച് താൽക്കാലികമായി സ്റ്റേ ചെയ്തു. ആ സ്റ്റേ ഉത്തരവാണ് ഹൈക്കോടതി റദ്ദ് ചെയ്തിട്ട് NOC കൊടുത്തത് ശരി എന്ന് പറയുന്നു. അതിൽ നിന്ന് അപ്പീലിന് പോകാൻ തീരുമാനിക്കുന്നു. NOC കൊടുക്കണ്ട എന്ന് 2014-11 മാസത്തിൽ കൂടിയ മുനിസിപ്പൽ ഭരണ നിർവഹണം, അതായത് ഈ മുനിസിപ്പൽ ചെയർപേഴ്സൺ തന്നെയാണ് കൊടുക്കണ്ട റദ്ദ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് വിവാദത്തിലേക്ക് പോയത് ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഫയൽ ചെയർപേഴ്സൺ വീട്ടിൽ കൊണ്ടുപോയി എന്ന് പറയപ്പെടുകയും അവിടുന്ന് ഇതിൽ നിന്ന് പ്രധാനപ്പെട്ട സെക്രട്ടറി എഴുതിയ ഒരു നോട്ട് ഇതിനകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുകയും ചെയ്തതാണ് കൂടുതൽ വിവാദം. ഞാൻ അതിലേക്ക് വരാം. 2014-11 മാസത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രമേയം സഭ അംഗീകരിക്കുന്നു. അതായത് NOC കൊടുത്ത നടപടി റദ്ദ് ചെയ്തതുപോലെ, കോടതി സർക്കാർ റദ്ദ് ചെയ്തതുപോലെ ഇവിടെ ഹൈക്കോടതി ഇടപെട്ട് അത് പിൻവലിക്കുമ്പോൾ ആ റദ്ദ് ചെയ്യാൻ വീണ്ടും തീരുമാനിക്കുകയാണ്. ഗവൺമെന്റ് എടുത്ത നടപടിക്ക് അനുകൂലമായ ഒരു നടപടി ഈ ചെയർപേഴ്സന്റെ കാലത്ത് നടക്കുകയാണ്. അതായത് ഇപ്പോഴുള്ള രാജശ്രീ കോമളത്തിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ആ നടന്നപ്പോൾ ഒരു കാര്യം നിങ്ങളെല്ലാം മറന്നുപോയി. ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ റോൾ എന്തായിരുന്നു ആ റദ്ദ് ചെയ്യൽ? അല്ല, പ്രതിപക്ഷം ഇതിലേക്ക് വരുന്നില്ല. ഞാൻ പറയട്ടെ, ഈ കാര്യത്തിൽ ഇപ്പോൾ ആത്മാർത്ഥതയോടുകൂടി സമരം ചെയ്യുന്നു എന്ന് പറയുന്ന CPM ആയാലും CPI ആയാലും രണ്ട് കയ്യും പൊക്കി അവിടെ അനുകൂലിച്ചിരുന്നെങ്കിൽ ഈ ഒരു വിഷയം ഉണ്ടാകില്ല. ഏകകണ്ഠമായി അതിൽ പ്രതിപക്ഷം റദ്ദ് ചെയ്യുന്ന നടപടി ഇപ്പോൾ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലപാടെടുത്തില്ലേ? ഇപ്പോൾ എന്തുകൊണ്ട് ആ പ്രതിപക്ഷ കക്ഷികൾ, CPMന്റെ നേതാക്കൾ, CPIയുടെ നേതാക്കൾ, അവർ ഈ കാര്യം എന്തുകൊണ്ട് ഇപ്പോൾ പുറത്തു പറയുന്നില്ല? അന്ന് അങ്ങനെ എടുത്താൽ പോരായിരുന്നു? ഈ സമരത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? പ്രസിഡന്റ് പറഞ്ഞതിന്റെ അനുബന്ധമായിട്ട് ചോദിക്കുകയാണ്. അതായത് ചെയർപേഴ്സൺ നടപ്പാക്കിയത് KPCC പ്രസിഡന്റ് നയമാണ്. അതാണ് നയം. പിന്നീടാണ് ഫയൽ അപ്രത്യക്ഷമാകുന്നത്. പിന്നെ CDNet ന്യൂസ് തന്നെ പുറത്തുവിട്ട ഒരു കോഴ വിവാദം, അത് വിവാദത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് അത് പോവുകയായിരുന്നു. ആ വാർത്തയും അതോടനുബന്ധിച്ചുള്ള സംഭവം. പക്ഷെ ഇതില് ചെയർപേഴ്സന്റെ ഭാഗം കൃത്യമായിരുന്നു എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ചെയർപേഴ്സൺ എടുത്ത നിലപാട് ശരിയാ. റദ്ദ് ചെയ്യാൻ തീരുമാനിക്കുന്നു, അതിനൊരു മിനിറ്റ്സ് ഉണ്ട്. മിനിറ്റ്സിൽ കൃത്രിമമില്ല, ഒരു വെട്ടുതിരുത്തുമില്ല, മിനിറ്റ്സിൽ കൃത്രിമം നടത്തിയിട്ടില്ല. വേറെ അജണ്ടാ സ്ലിപ്പുമായി ബന്ധപ്പെട്ട, ഞാനൊരു മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന ആളാ, അജണ്ടാ സ്ലിപ്പുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നും അതിൽ തിരുമറി നടത്തിയെന്നൊക്കെ ഉള്ള ഒരു ആക്ഷേപവും ആരോപണവും ഉണ്ട്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് അതിന്റെ ഗൗരവത്തിൽ കാണും. പക്ഷെ അതുകൊണ്ട് ഈ റദ്ദ് ചെയ്ത നടപടി പുനഃസ്ഥാപിക്കപ്പെടും എന്ന് പറയുന്നത് ശരിയല്ല. ഫയലുമായി ബന്ധപ്പെട്ട ദുരൂഹതയിൽപ്പെട്ടു അല്ല, എനിക്ക് ഫയലിന്റെ കാര്യത്തിൽ ആ ദുരൂഹത ഉണ്ടെങ്കിൽ അത് അതിന്റെ നിയമ നടപടിയുടെ ഭാഗമായി അത് ആരെങ്കിലും അത്തരത്തിൽ കൃത്രിമം കാട്ടാനാണെന്ന് തെളിഞ്ഞാൽ ശിക്ഷിക്കപ്പെടുകയാണ്. ഉപ്പ് തിന്നവും വെള്ളം കുടിക്കണം, ഒരു തർക്കവും വേണ്ട.
ചെയർപേഴ്സൺ ഇതുമായി ബന്ധപ്പെട്ട് ദ്വയാംഗ കമ്മീഷൻ KPCC നിർവാഹക സമിതി അംഗമായുള്ള കായംകുളത്തുകാരൻ കൂടെ ആയിട്ടുള്ള അഡ്വക്കേറ്റ് ഇ സമീർ, DCC ഭാരവാഹിയായ ആന്റണി, ദ്വയാംഗ കമ്മീഷൻ ചെയർപേഴ്സണെ കാണുകയും ചെയർപേഴ്സന്റെ മൊഴിയെടുക്കുകയും ചെയ്തു. ചെയർപേഴ്സണ് മാത്രമല്ല വേറെ ഒരുപാട് പേരാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാരുടെയൊക്കെ മൊഴിയെടുത്തു. ചെയർപേഴ്സൺ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, അതിന് തൊട്ട് മുമ്പത്തെ ദിവസം പറഞ്ഞത്, ഇതിൽ ചില വമ്പന്മാർ ഉണ്ട്, അത് ഞാൻ KPCCയുടെ അല്ലെങ്കിൽ DCC നിയോഗിച്ച കമ്മീഷൻ മുമ്പാകെ വെളിപ്പെടുത്തും. ശരിക്കും ആ റിപ്പോർട്ട് താങ്കളുടെ കയ്യിലുണ്ട്. ഇതിൽ വമ്പന്മാരുടെ ഒരു നിര തന്നെയുണ്ടോ? ഞാൻ ഈ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇത് സംബന്ധിച്ച് ഈ പത്രവാർത്തകൾ കണ്ട ദിവസം തന്നെ ഇവിടുത്തെ ബ്ലോക്ക് ഹൗസിനെ വിളിച്ചിട്ട് ഇത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്, സംഘടനാ റിപ്പോർട്ട് ഞങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. DCC പ്രസിഡന്റിനോട് KPCC ആവശ്യപ്പെടും, KPCCയോട് AICC ആവശ്യപ്പെടും. അതുപോലെ ബ്ലോക്ക് പ്രസിഡന്റിനോട് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ട് കിട്ടി. ആ ദിവസം തന്നെ, അടുത്ത ദിവസം തന്നെ, അത് ജനപക്ഷ യാത്ര വരുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ 2 പേര് അന്വേഷണ കമ്മീഷൻ, കാരണം ഇത് വഷളാകുന്ന വാർത്ത, വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന വാർത്ത. എന്നാൽ ആത്മാർത്ഥമായി ഒരു കൗൺസിൽ എടുത്ത ഒരു നല്ല നടപടിയെ അംഗീകരിക്കപ്പെടുന്നില്ല. അത് ദുർവ്യാഖ്യാനം നടത്തി. നല്ല നടപടി എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഈ ബാറിന് NOC കൊടുക്കുന്ന നടപടി എടുത്തിട്ടില്ല. ആ NOC നേരത്തെ കൊടുത്ത നടപടിയെ റദ്ദ് ചെയ്ത ഗവൺമെന്റ് നടപടിയെ കോടതി ചോദ്യം ചെയ്ത് അത് തള്ളിക്കളയുമ്പോഴും വീണ്ടും ഈ പുതിയ മുനിസിപ്പൽ ചെയർപേഴ്സൺ യോഗം കൂടി തീരുമാനിക്കുകയാണ് അത് റദ്ദ് ചെയ്യാൻ NOC കൊടുത്ത നടപടി. നേരത്തെ ഉള്ള ചോദ്യം അല്ല, അതിലേക്ക് ഞാൻ വരുന്നത്. അതിന് മുമ്പൊരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഇത് ഭരണ നേതൃത്വത്തിലെ ചില ആൾക്കാർ തന്നെയുള്ള ഈ ഭരണ നേതൃത്വത്തിൽ നിന്ന് പുറത്തുപോയ വിവാദമാണ്. നേതൃത്വത്തിലുള്ള ആൾക്കാരുടെ സൗന്ദര്യപ്പിണക്കവും ഗ്രൂപ്പ് സ്വാർത്ഥ താല്പര്യങ്ങളും അങ്ങനെ അതിന്റെ എടുക്കരുത്. ഞാൻ പറഞ്ഞു വന്നത്, ചോദിച്ചല്ലോ ഇതിന്റെ പിന്നിൽ വമ്പന്മാരുണ്ടോന്ന്. അപ്പോ അതിന് എങ്ങനെയാണ് അതിനെ കാണാൻ കഴിയുക? ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ പറഞ്ഞത് ഗവൺമെന്റിന്റെ നടപടിയെ റദ്ദ് ചെയ്ത കോടതിയുടെ നടപടിക്ക് റദ്ദ് ചെയ്യിപ്പിക്കാൻ കോടതിയിൽ അപ്പീൽ പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയിൽ പോകാമല്ലോ, അല്ലെങ്കിൽ അതിൽ റിവ്യൂ കൊടുക്കാമല്ലോ. എന്തായാലും അപ്പീൽ പെറ്റീഷൻ കൊടുക്കാൻ തീരുമാനിക്കുന്നു. അതോടൊപ്പം തന്നെ അതിന്മേൽ അത് റദ്ദ് ചെയ്യുന്നു. ഇതെല്ലാം വരുന്നു. അപ്പോൾ അങ്ങളുടെ ഒരു ചോദ്യം, ഞാനെന്തോ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്തോ അങ്ങനെ ഒന്നും റിപ്പോർട്ടില്ല. പക്ഷെ റിപ്പോർട്ടിന്റെ അന്തസത്ത പറഞ്ഞത് KPCCയോട് ഞാൻ വെളിപ്പെടുത്തും, അല്ലെങ്കിൽ DCCയുടെ കമ്മീഷനോട് ഞാൻ വെളിപ്പെടുത്തും, ഇതിൽ പല ആൾക്കാരും ഇതിനകത്ത് പല ഉന്നതരും ഉണ്ട് എന്നുള്ളത് പത്രമാധ്യമങ്ങൾ മുതൽ KPCC ചെയർപേഴ്സൺ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ശരിയല്ല. കാരണം ഇതൊക്കെ ഇതിന്റെ ഉള്ളടക്കം എനിക്ക് ഒരിക്കലും പുറത്തു പറയാൻ പറ്റില്ല. കാരണം ഞാൻ സമർപ്പിച്ചിരിക്കുന്ന എന്റെ ബഹുമാന്യനായ നേതാവ്, അതായത് KPCCയുടെ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ മക്കളാണ് ഇപ്പോൾ അത് സീല് ചെയ്താണ് ഇവിടെ നിന്ന് കൊടുത്തത്. സീല് പൊട്ടിച്ച് അതിന്റെ യഥാർത്ഥം എനിക്കറിയാമെങ്കിൽ പോലും ഞാൻ പുറത്ത് പറയില്ല. അത് പറയേണ്ട നേതാവും ഉത്തരവാദിത്തപ്പെട്ട അധികാരിയും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റാണ്. അത് അദ്ദേഹം പറയും. പക്ഷേ ഈ റിപ്പോർട്ടിൽ ഇവരുടെ മൊഴിയുണ്ട്, ഇവർ കയ്യൊപ്പിട്ടു എന്ന മൊഴിയുണ്ട്. ഈ 2 നേതാക്കന്മാർ എഴുതി തന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ സംഘടനാ റിപ്പോർട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് യുക്തമായ നടപടിയും തീരുമാനവും എടുക്കുന്നത് KPCC ആണ്. ആ KPCC എടുക്കുന്നത് ഞങ്ങൾ നടപ്പാക്കും. ഈ കായംകുളത്തെ ബാർ വിഷയത്തില് കുറ്റക്കാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഗ്രൂപ്പ് താല്പര്യത്തിന് അതീതമായിട്ടുള്ള നടപടി ഉണ്ടാവും പാർട്ടി തലത്തിൽ. ഇത് അധികാരപ്പെടുത്തിയിട്ടുള്ളയാൾ സംഘടനാപരമായി നടപടിയെടുക്കാൻ ഇത്തരം കാര്യങ്ങളിൽ ഒരു റിപ്പോർട്ട് ഞാൻ കൊടുക്കേണ്ടത് കൊടുത്തതിന് ശേഷം ഇനി അതിന്റെ അധികാരം ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റാണ്. KPCC പ്രസിഡന്റ് യുക്തമായി നടപടിയെടുക്കും. ഈ ഇതുമായി ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ നയത്തിൽ ഒരു ലേശം പോലും വെള്ളം ചേർക്കാൻ തയ്യാറല്ല. ഈ കാലഘട്ടം കുറേയേറെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ വിജിലൻസ് അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ പ്രമാദമായ ടാർ, പ്രധാനപ്പെട്ട ഇതിൽ നിന്ന് ടാർ മോഷണം പോയൊരു സംഭവം, പിന്നെ വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു സംഭവം, പിന്നെ ഇൻസിനറേറ്ററുമായി വർഷങ്ങളായി ഉള്ള ഒരു അഴിമതിയാണ്. പിന്നെ അങ്ങനെ കുറെ കെട്ടിട ഇതുപോലെയൊക്കെയുള്ള കുറേ വിജിലൻസ് അന്വേഷണങ്ങൾ വരുന്നു. അപ്പം ജനങ്ങൾ വിജിലൻസ് അന്വേഷണങ്ങൾ വരുന്നു. പക്ഷെ ഈ വിജിലൻസ് അന്വേഷണങ്ങൾ ഒന്നും നടന്നു കണ്ടില്ല. വിജിലൻസ് അന്വേഷണങ്ങൾ
അന്വേഷണ റിപ്പോർട്ട് കിട്ടി. അതായത് ഇപ്പോൾ തന്നെ നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് ബാർ കോഴ സംബന്ധിച്ച് എന്താ ക്വിക്ക് വെരിഫിക്കേഷന് ഉത്തരവിട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ കേസിലേക്ക് പോവുകയും നടപടിയായി. അപ്പോൾ വിജിലൻസിന്റെ അന്വേഷണത്തിന് തന്നെ 1, 2, 3 ഘട്ടങ്ങളുണ്ട്. അത് ചിലത് ഓഡിറ്റ് ഒബ്ജക്ഷനുകളുടെ പേരിൽ. ഓഡിറ്റ് ഒബ്ജക്ഷൻ എല്ലാ നഗരസഭകളിലും പഞ്ചായത്തുകളിലും എല്ലാ കാലത്തും വരുന്നതാണ്. അതിൻ്റെതായ ഗൗരവത്തിൽ വിജിലൻസ് ചിലത് അന്വേഷിക്കാൻ ചിലർ പരാതിയായിട്ട് പോകും, നിജസ്ഥിതി പുറത്തു വരും. ഇത് വരും, വരാതിരിക്കില്ല. കാലം എത്ര വിട്ടിട്ടാലും വിജിലൻസിന്റെ ചുമതലയുള്ള ആഭ്യന്തരമന്ത്രിയുടെ ജില്ലയും ആഭ്യന്തരമന്ത്രിയുടെ അടുത്ത മണ്ഡലവുമായ കായംകുളത്ത് ഈ വിജിലൻസ് അന്വേഷണങ്ങൾ മരവിപ്പിക്കുമ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും അല്ല, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വളരെ ക്ലിയർ അല്ലേ, ആഭ്യന്തര വകുപ്പ് മന്ത്രി അങ്ങനെ ആക്ഷേപം കേട്ടുകൊണ്ടൊരു നടപടിയിലേക്ക് പോകുന്ന ആളെയല്ല. ഇനി രാഷ്ട്രീയമായി അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർ വിജിലൻസ് വകുപ്പിനെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ട, നേരെ കോടതിയിൽ പോയി വിജിലൻസിലേക്ക് കൊടുക്കാമല്ലോ. നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് പോയാൽ, കൃഷ്ണപിള്ള സ്മാരകം തകർത്തുമായിട്ടുള്ള ബന്ധപ്പെട്ട തകർത്ത സംഭവം, പ്രതികൾ കണ്ണുവെട്ടത്തുണ്ടായിട്ടും അവരെ അറസ്റ്റ് ചെയ്യുക, അല്ല അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ താമസിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? ഏതായാലും കാലം എത്ര എടുത്താലും ഇത് ഒരിക്കലും അങ്ങനെ വരില്ല എന്ന് പറഞ്ഞ ആളുകൾ അങ്ങനെ സംഭവിച്ചപ്പോൾ അത് അംഗീകരിച്ച് സർട്ടിഫിക്കറ്റുകൾ പരസ്യമായി തന്നില്ലെങ്കിലും അവരുടെ മനോമുഖരങ്ങളിൽ അല്ലെങ്കിൽ മനസ്സുകളിൽ അവർ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടാ നേതാക്കന്മാർ. ഞങ്ങൾ പറഞ്ഞത് എത്രയോ ശരി. ഒരു താമസവും ഉണ്ടായിട്ടില്ല. 2013 ഒക്ടോബർ മാസം 30-ാം തീയതി അർദ്ധരാത്രിയിലാണ് ഇതിന്റെ തുടക്കം. നേരം പുലരുമ്പോൾ ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷി ദിനാചരണമാണ്. ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷി ദിനാചരണം നടക്കുന്ന ആ ദിവസത്തിൽ കഞ്ഞിക്കുഴി ഗ്രാമത്തിൽ നിരവധി പരിപാടികൾ പാർട്ടിക്കുണ്ട്. കണ്ണാർക്കാട് എന്ന് പറയുന്ന ചെല്ലിക്കണ്ടത്തിൽ ഈ പി കൃഷ്ണപിള്ളയുടെ സ്മാരകം നിൽക്കുന്ന പ്രദേശം ഒഴികെ അവിടെ ഞങ്ങളുടെ ഒരു കുഞ്ഞിന് പോലും കടത്തിയെല്ലാം പറ്റാത്ത സ്ഥലമാണ്. ഞങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയ വരം തീർക്കുന്ന ഏർപ്പാടുമില്ല. ഞങ്ങളുടെ ഒരാൾക്ക് ഒരു കുടുംബം, ഒരു വീട് അവിടെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാനില്ല. എല്ലാം CPM സഖാക്കൾ. CPIക്കാർ പോലും ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും CPMന്റെ വലിയ നേതാവിന്റെ ഈ കേരള സമൂഹത്തിൽ ഉന്നതനായ EMS കഴിഞ്ഞാലെന്ന് പറയാൻ പറ്റത്തില്ല, EMSനും അപ്പുറം സഖാവ് കൃഷ്ണപിള്ള ഒരു കാലഘട്ടത്തിലെ കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരു നേതാവ്. ആ നേതാവിന്റെ സ്മാരകം തകർക്കണമെന്നുണ്ടെങ്കിൽ അത് അതിനകത്തുള്ളവർക്കേ കഴിയൂ എന്നുള്ളത് തെളിയിക്കപ്പെട്ട സംഭവമാണത്. അതൊരു സിമ്പിൾ ലോജിക്കല്ലേ? സിമ്പിൾ ലോജിക്കല്ലേ? ഞാൻ പറഞ്ഞു വരട്ടെ. അതിന് ഇന്ദിരാഗാന്ധിയുടെ പ്രതിമയാണ് ആദ്യം തകർക്കുന്നത്. ഈ പ്രതിമ തകർക്കാൻ ഇന്ദിരാഗാന്ധിയുടെ പ്രതിമ തകർത്തതിന്മേലുള്ള വൈരാഗ്യം തീർക്കാൻ കോൺഗ്രസുകാർ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. അതിബുദ്ധിമാന്മാരായ ചില ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട്. അവർ കാലം തെളിയിക്കും. അത് അനധിവിദൂരമായ ഭാവി വേണ്ട, എത്രയും വേഗത്തിൽ തെളിയിക്കും. എറണാകുളത്ത് കൊണ്ട് ഈ പ്രതികളെ താമസിപ്പിച്ചതാരാണ്? ഈ പ്രതികളോടൊപ്പം ഇപ്പോൾ ബന്ധമുള്ള രാഷ്ട്രീയ ഉന്നത നേതാവ് ആരാണ്? ഏത് ജനപ്രതിനിധികളാണ് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നത്? ഇപ്പോൾ CPMനകത്ത് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ, കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റിയിൽ, ആ പ്രദേശത്ത് ആരുമായിട്ടാണ് അച്യുതാനന്ദന്റെ ഒരു കാലഘട്ടത്തിലെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ടയാളും അല്ലാത്തവരും ആയിട്ടുള്ള ആളുകൾക്കുള്ള ഇപ്പോഴുള്ള ബന്ധം അതെവിടെ, എങ്ങനെ? സഖാവ് പിണറായി തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഈ അന്വേഷണം വൈകിയതുമായി ബന്ധപ്പെട്ട് താങ്കൾ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു? 3 ഘട്ടത്തിൽ അന്വേഷിച്ചു. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നു, അവിടുത്തെ DYSP, അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർമാർ, അതുമായി ബന്ധപ്പെട്ട പോലീസ്. ഒരു കോൺഗ്രസ്സുകാരനെ പിടിച്ചുകൊണ്ടുപോയി നീ കുറ്റം സമ്മതിക്കണം എന്ന് പറഞ്ഞ്, ഞാൻ ഇതുവരെ പറയാത്ത കാര്യമാണ് ഇന്ന് ആദ്യമായി പറയുന്നത്. ഓം പ്രണവദാസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരനെ കുറ്റമേൽപ്പിക്കാൻ വേണ്ടി
പിടിച്ചുകൊണ്ടുപോയി കള്ളുഷാപ്പിൽ പോയി രാത്രി മദ്യ ഷാപ്പ് തുറന്ന് മദ്യം കൊടുത്ത് ക്രൂരമായി മർദ്ദിച്ച ഒരു സംഭവം നടത്തിയ ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്ക്, അന്വേഷിക്ക്, സത്യം പുറത്തു വരും. ഏത് സർക്കിൾ ഇൻസ്പെക്ടറാണ് ചെയ്തത്? കേസ് തെറ്റിദ്ധരിപ്പിക്കാൻ. പോലീസ്, അന്നത്തെ പോലീസിലെ ഒരു ഡിവൈഎസ്പി ചെയ്ത കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു, അപ്പോഴും ചില കാര്യങ്ങൾ പുറത്തു വന്നു. പോലീസ് വീണ്ടും അന്വേഷിച്ചു ആ കാര്യങ്ങൾ. അത് ആ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് അതേ അല്ല, ഈ പറഞ്ഞ സംഭവത്തില് പോലീസിനെ പോലീസിന്റെ ഒരു ഉദ്യോഗസ്ഥ ഇന്ന് ആ ഉദ്യോഗസ്ഥൻ ഇപ്പൊ അവിടെ ഇല്ല. യു ഡി എഫ് കാലഘട്ടത്തിൽ തന്നെ ഞാൻ തുറന്നു പറയുകയാണ്, ഗവൺമെന്റ് പോലീസാണ്. UDF ഗവൺമെന്റ്. അത് ഞങ്ങൾ അങ്ങനെ ആ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യിക്കാൻ നടപടി എടുക്കും. അല്ല, ആ പോലീസുകാരൻ ഇതൊക്കെ പുറത്തു വരുമല്ലോ. അതെ, ഗുരുതരമായ കുറ്റമാണ്. അതുകൊണ്ട് ഈ ആളോട്, ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങളെല്ലാവരും ഈ ഇത്തരത്തിലുള്ള അനീതിക്കെതിരെ, ഇത്തരത്തിലുള്ള വൃത്തികെട്ടവര് ആരെ കുറ്റം ഏൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ എന്തുമാത്രം ആരാ സർവീസിൽ തുടരുന്നുണ്ട്, അവിടെ തുടരുന്നില്ല, വേറെ പലയിടത്താണ്. അതെല്ലാം പുറത്തു വരും. സർക്കാരിന്റെ ഞാൻ ഇന്ന് വരെ പറയാത്തൊരു കാര്യം പറഞ്ഞത് വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി കൂടെ അന്വേഷിക്കാൻ കൂടിയാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ ആരായിരുന്നു? സർക്കാരിന്റെ നയത്തിനെതിരായി പ്രവർത്തിക്കുകയും പ്രതിപക്ഷത്തിന്റെ ഈ കാര്യത്തിലൊക്കെ ഉള്ള താല്പര്യങ്ങളുടെ ഭാഗത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ഉണ്ട്. പോലീസിൽ ഇപ്പോഴും ഒരു വിഭാഗം, പോലീസിൽ ഒരു വിഭാഗമൊന്നല്ലോ, ചില മോശപ്പെട്ട പ്രവർത്തനം നടത്തുന്ന പോലീസുകാർ ഇപ്പോഴില്ലേ, നടപടി വാങ്ങിച്ച് പുറത്തു പോകുന്നില്ലേ? അവർക്കൊന്നും ഈ സ്ഥാനം യോജിച്ചതല്ല എന്ന് ഈ ഗവൺമെന്റ് തെളിയിച്ചിട്ടുമുണ്ട്. അവരെയൊന്നും താങ്ങി നിർത്താനോ അവരെയൊന്നും. ഞാൻ പറഞ്ഞത് ഒരുപാട് തരത്തിൽ ഇതിന്റെ സത്യം മറയ്ക്കാൻ ശ്രമിച്ചു, അത് വളച്ചൊടിക്കാൻ ശ്രമിച്ചു. പക്ഷെ സത്യം പുറത്തു വന്നു. അതില് ഞങ്ങൾ ഈ നടത്തിയ കാര്യങ്ങളിൽ അന്വേഷണം സത്യമാണ് എന്ന് പറയുന്ന CPM-ന്റെ ഔദ്യോഗിക വിഭാഗം ഇല്ലേ? എന്തേ അത് കണ്ടില്ല എന്നടിക്കുന്നത് നിങ്ങളെല്ലാവരും? അച്യുതാനന്ദൻ മാത്രമല്ലേ, ഒരാളല്ലേ പറഞ്ഞുള്ളൂ. അവിടുത്തെ പളനിച്ചേട്ടൻ എന്താ പറഞ്ഞത്? സഖാവ് പളനി. ഈ പറഞ്ഞ പ്രധാന ആരോപണം ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയുള്ള ഈ പ്രധാന ആരോപണം പറയാനുള്ള ഒരു കാരണം കൂടിയുണ്ട്. ഇതിന്റെ പിന്നിൽ ഉന്നതനായ ഒരു CPM കഴിഞ്ഞകാല ഭരണ നേതൃത്വത്തിലിരുന്ന ആളുകൂടി ഉണ്ട്. പേര് പറയാമോ? പേര് ഞാൻ പറഞ്ഞതാണ്, തോമസ് ഐസക്. ഞാൻ പറഞ്ഞതാണ്. ഈ പോലീസുകാരനെ സ്വാധീനിച്ച പിന്നല്ലാതെ ഇതിന്റെ ഇവരുടെ ടെലിഫോൺ കോളുകളൊന്ന് പരിശോധിക്കട്ടെ. ഈ രണ്ടുപേരുടെ ടെലിഫോൺ. അപ്പോൾ ജനപ്രതിനിധി ആയതുകൊണ്ട് തനിക്ക് അദ്ദേഹം ഇപ്പൊ അവിടുത്തെ ജനപ്രതിനിധി അല്ല, നേരത്തെ ആയിരുന്നു. നേരത്തെ മന്ത്രി ആയിരുന്നപ്പോൾ അവിടുത്തെ ജനപ്രതിനിധിയായിരുന്നു. ചെല്ലിക്കണ്ടം, കണ്ണാർക്കാട്, കഞ്ഞിക്കുഴി. ഇപ്പൊ അദ്ദേഹം മാരാരിക്കുളത്താണ്. അപ്പൊ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി. അതൊക്കെ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷെ ഇതിന്റെ പിന്നിലെ ശക്തി ഈ പറഞ്ഞ MLA ആണെന്നാണ് ഞാൻ പറഞ്ഞത്. ഗൂഢാലോചന നിങ്ങൾ പരിശോധിക്കണം, അന്വേഷിക്കണം. പോലീസിന്റെ ജോലിയാണ്. ക്രൈംബ്രാഞ്ച് ഇനി ഇതിന്റെ CBIക്ക് വിടണമെന്നാണ് ഇതിലെ പ്രതി കൊണ്ട് ഈ കേസ് കൊടുത്തത്. ഹൈക്കോടതിയിൽ ഒരു കേസ് ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. CBIക്ക് വിടണം, എന്നെ പോലീസ് ക്രൂരമായി പീഡിപ്പിക്കുന്നു, വേണ്ടാത്തത് ചെയ്യാൻ പറയുന്നു. ഇനിയും വേറെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. മറ്റൊരു വിഷയം, ഈ വെള്ളാപ്പള്ളി നടേശനുമായി എങ്ങനെയാണ് ഇപ്പോൾ സന്ധിയിലായോ? എനിക്ക് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയെ ഞാൻ ഏറെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. പക്ഷേ സ്ഥാപിത താല്പര്യത്തെ എന്നും എതിർക്കും. അദ്ദേഹത്തിന്റെ നയവുമായി ബന്ധപ്പെട്ട് വളരെയേറെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് സർക്കാരിനെ. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹത്തിന് ഒരുപാട് സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി മഹാന്മാരായ നേതാക്കന്മാർ, ആചാര്യന്മാർ, ആത്മീയ നേതാക്കൾ, ആ കസേരയുടെ മഹത്വം അതാണ്. പക്ഷെ അദ്ദേഹം അതുപോലെ പ്രവർത്തിച്ചാൽ ആ മഹത്വത്തിന് അർഹതപ്പെട്ട ആളാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ. സ്ഥാപിത താല്പര്യം ഏറി വരുമ്പോഴാണ് ഈ മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത്. താങ്കൾ ചില പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ ഈ സമുദായ നേതാക്കൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിന് കൃത്യമായി വിമർശിച്ച ആളാണ്. വളരെയേറെ കൃത്യമായ നിലപാട് ആ കാര്യത്തിലെടുത്ത് ജനങ്ങൾ
ഇഷ്ടപ്പെടുന്ന ഒരു നിലപാടാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതൊക്കെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു ഘട്ടം ചില നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജീർണത, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മൂല്യച്യുതി, ഇത്തരം കാര്യങ്ങൾക്ക് എതിരായി അതിനകത്ത് ജാതി മതം നോക്കിയല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. 18 വയസ്സിൽ വിവാഹം കഴിക്കാൻ മുസ്ലിം സമുദായത്തിൽ താഴെയുള്ളവരെ വിവാഹം കഴിപ്പിക്കണമെന്ന് ആര് പറഞ്ഞാലും ശക്തമായി എതിർക്കും. അതിന് ഞാൻ പറഞ്ഞത് പരസ്യമായി രംഗത്ത് വന്നതിന് ശേഷമുള്ള ഒരു സ്ഥിതിയാണ് പറഞ്ഞത്. ആലപ്പുഴ ജില്ലയിലെ സ്ഥിതി പറഞ്ഞത് ഞാൻ അതിൽ എല്ലാ കാര്യത്തിലും എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആ പ്രത്യശാസ്ത്രവുമായി ചേർന്ന് ആ പ്രവർത്തനവുമായി ചേർന്ന് വളരെ കൂടുതൽ കാര്യങ്ങൾ സമൂഹത്തിൽ നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളതിനകത്തൊക്കെ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്. ആ ആത്മാർത്ഥത ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആദർശങ്ങളും ദർശനങ്ങളും അതിന്റെ അനുസരിച്ചുള്ള ജീവിതത്തിന്റെ ഭാഗമായി ആത്മാർത്ഥതയോടും അർപ്പണത്തോടും കൂടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അത് പൊതുപ്രവർത്തകർ എല്ലാവരും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, കോൺഗ്രസ് ഒരിക്കലും ഒരു സാമൂഹ്യ സംഘടനയെയും മതസംഘടനയെയും ഇടിച്ചു താഴ്ത്തി പോകാൻ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമല്ല. അവർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനൊന്നും ഒരു തർക്കമില്ല. പക്ഷേ അതൊക്കെ വ്യക്തിഗതമായ താല്പര്യങ്ങളുടെ ഭാഗമാക്കി മാറ്റി അത് ചില സ്ഥാപിത നിക്ഷിപ്ത താല്പര്യത്തിന്റെ ഭാഗമാക്കി എടുത്ത് അത് തനിക്ക് വ്യക്തിക്ക് വേണ്ടി ചൂഷണം ചെയ്യപ്പെടുമ്പോഴാണ് എതിർക്കപ്പെടുന്നത്. വെള്ളാപ്പള്ളി അടക്കമുള്ളവർ അങ്ങനെ ചൂഷണം ചെയ്തു. ചൂഷണത്തിന്റെ കഥ നിങ്ങൾ തന്നെ ഒരുപാട് പറയാനുണ്ടല്ലോ. ഞാനതൊന്നും പറയുന്നില്ല. ഇപ്പോൾ പറഞ്ഞു പോയാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് കുഴപ്പമുണ്ടായി, ഞാൻ അതെങ്ങനെ കുഴപ്പമുണ്ടാക്കാനില്ല. ഈ CPM അടക്കമുള്ള പ്രതിപക്ഷം കൃത്യമായി ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട്. ആലപ്പുഴ ജില്ലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ആലപ്പുഴ ജില്ലയിൽ TV തോമസിന്റെയും മറ്റും കാലഘട്ടത്തിൽ ആരംഭിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ വളരെയേറെയാണ്, ഒന്നൊന്നായി അടച്ചുപൂട്ടുകയാണ് ഇപ്പോൾ. പക്ഷെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടർന്ന് നന്നായി പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? ശരിയല്ല. കഴിഞ്ഞ ഗവൺമെന്റിനേക്കാൾ കൂടുതൽ 5 വർഷം കൊടുത്തതിനേക്കാൾ കൂടുതൽ തുകയും കൂടുതൽ സൗകര്യങ്ങളും KSDP എന്ന് പറഞ്ഞ വിവാദമായ ഒരു സ്ഥാപനമാണല്ലോ. ഈ അടുത്ത കാലത്ത് ഐസക്ക് പോയി കുത്തിയിരുന്ന സ്ഥലമാണല്ലോ. ഐസക്ക് പോലും പറയാത്തൊരു കാര്യം ഗവൺമെന്റ് ഈ അടുത്ത കാലത്ത് ചെയ്തു. അതിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി 5 കോടി രൂപ അനുവദിച്ചു കൊടുത്തു. ഇപ്പോൾ കിട്ടി പണം. അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പ് കണ്ട ഈ ജിമ്മിക്കുകളുടെ ആശാനാണ് നമ്മുടെ. അതല്ലൊക്കെ വരുന്നത്, അതിലേക്കാണ് ഞാൻ വരുന്നത്. അതൊന്നും പറയാനൊന്നും അനുവദിച്ചു. അത് ചോദിക്കുന്നതിന് പറയാം. KSDPയിൽ 20-ാം തീയതി തന്നെ കൊടുത്തു കാര്യം. അദ്ദേഹം ഈ ജിമ്മിക്കുകളുടെ ആശാനാണ്. തിരഞ്ഞെടുപ്പ് വരുന്നു എന്ന് കാണുമ്പോൾ ഫെസ്റ്റിവലുകൾ വരും. വഴുതന ഫെസ്റ്റിവൽ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. വലിയ തട്ടിപ്പാണ് ആലപ്പുഴ നടന്നത്. അത് വാർത്തയിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ അവിടെ പോയെന്ന് കാണണം. നമ്മുടെ കശാപ്പ് ശാല എന്റെ നഗരത്തിൽ, ആലപ്പുഴയിലെ നഗരസഭാ ചെയർമാനായിട്ട് ഇരുന്ന ആൾ കൂടെയാണ്. പക്ഷെ അവിടെ ഒന്നും നടക്കാത്ത രീതിയിൽ ഒരു മാലിന്യ നിർമ്മാർജ്ജന യജ്ഞം അവിടെ നടക്കുന്നുണ്ട്. ഇല്ല, തട്ടിപ്പാണ്. തുറന്നു പറയുകയാണ്. അതുകൊണ്ടാണല്ലോ തിരുവനന്തപുരം തള്ളിയത്. സാങ്കേതിക അനുമതി പോലും കൊടുത്തില്ലല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷൻ സഖാവിന്റെ കോർപ്പറേഷൻ ആണല്ലോ. എന്താ പ്രൊഫസർ ചന്ദ്ര പറഞ്ഞത്? അതിന് വേണ്ടത്ര അനുമതി കിട്ടിയില്ല, അനുവാദം കിട്ടുന്നില്ല, ആലപ്പുഴ മാതൃകയാക്കാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. കേരള സ്പിന്നേഴ്സ് വൈദ്യുതി കണക്ഷൻ പോലും ഇല്ല. അത് അറിയാവുന്ന ആളാണ്, മറച്ചു വെക്കുകയാണെന്ന് എനിക്കറിയാം. വൈദ്യുതി കണക്ഷൻ പോലും ഇല്ലാതെ കൊടുക്കാതെ ധനകാര്യ വകുപ്പ് മന്ത്രി തന്റെ ഭരണത്തിന്റെ അവസാന നാളുകളിൽ, ഞാൻ അന്ന് MLA ആണ്, ഞാൻ ആ വേദിയിൽ അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിലുണ്ട്, ഇത് നമ്മുടെ സ്ഥാപനം, എന്റെ സ്ഥാപനം എന്ന് എഴുതി വെച്ച് ഇത് ഒരു നിയമനിർമ്മാണം കൊണ്ടുവന്ന് നിയമ ഭേദഗതി കൊണ്ടുവന്ന് സഭയിൽ പാസാക്കി അത് ടെക്സ്റ്റൈൽ കോർപ്പറേഷന് കൈമാറുമ്പോൾ അവിടെ ഇറക്ട് ചെയ്തിരിക്കുന്ന എഞ്ചിനുകളും മെഷീനുകളെ കുറിച്ച് ഞാൻ പറയേണ്ട എന്തെല്ലാം നടപടിപ്പ് നടന്നിരിക്കുന്നു. അതിരിക്കട്ടെ, കറണ്ട് കണക്ഷൻ ഇല്ലാതെ നമ്മുടെ ജനറേറ്റർ വെച്ചാണ് അതിന്റെ ഉദ്ഘാടനം നടത്തിയത്. അതിന് ആ ഗവൺമെന്റ് പോകുന്നതിന് മുമ്പ് ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അതിന് കറണ്ട് കണക്ഷൻ എങ്കിലും കൊടുത്ത് പ്രവർത്തിപ്പിക്കണം. അടുത്ത സർക്കാരിന് കൊടുക്കാനും കേട്ടോ, അടുത്ത സർക്കാർ ചെയ്തു കൊടുക്കാനും കാര്യങ്ങൾക്ക് പോകുമ്പോൾ CPIയുടെ കേസാണ് കോടതിയിൽ നിന്ന് വരുന്നത്.
CPI തൊഴിലാളികളെ പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കണം. കോടതി വിധിയാണ്. അല്ല, അതും സ്ഥാപനം പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഉപയോഗശൂന്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പുതുതായി വെച്ചിരിക്കുന്ന സ്ഥാപനങ്ങൾ പരിശോധിക്കട്ടെ. ഞാൻ വെല്ലുവിളിക്കുകയാണ് തോമസ് ഐസക്കിന്റെ നിയോജക മണ്ഡലമാണത്. അത് ആ എഞ്ചിനുകൾ, ആ മെഷീനുകൾ പരിശോധിക്കണം. ഇളമരം കരീം അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി പുനഃസ്ഥാപിച്ചു വെച്ചിരിക്കുന്ന മെഷീനുകൾ പ്രവർത്തന യോഗ്യമാണോ, അത് ഒരു വ്യവസായ സ്ഥാപനത്തിന് സ്പിന്നിംഗ് മില്ലിന് യോജിച്ചതാണോ എന്ന് പരിശോധിക്കട്ടെ, അന്വേഷണം നടത്തട്ടെ. പിന്നെ ഈ തൊഴിലാളികളെ പിരിച്ചുവിട്ട് പുതുതായി തൊഴിലാളികളെ എടുക്കാൻ കിറ്റ്കോ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക്, ഒരു പ്രസ്ഥാനത്തിന് അവിഹിത നിയമനത്തിന് ഒരു കരാർ കൊടുത്തത് DYFIക്കാർ മറന്നു കാണില്ല. പക്ഷെ മിണ്ടുന്നില്ല. ഇപ്പോ DYFIക്കാർ തുറക്കാൻ വേണ്ടി സമരം ചെയ്തല്ലോ. തുറക്കാൻ പറ്റത്തില്ല എന്ന് കണ്ടപ്പോൾ സമരത്തിൽ നിന്ന് പിന്മാറിപ്പോയത് നമ്മൾ കണ്ടതല്ലേ. ഇപ്പോൾ ആ സമരം ഒന്നും ഇല്ലല്ലോ. പക്ഷെ അത് തുറപ്പിക്കാൻ വേണ്ടിയുള്ള ഇച്ഛാശക്തി ഈ ഗവൺമെന്റ് കാണിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ കോടതിയിലേക്ക് പോകേണ്ടി വരും. ഗവൺമെന്റ് കോടതിയിലേക്ക് പോകണം. കാരണം തൊഴിലാളികളുടെ ഒരു തടസ്സം, ഒരു കോടതി വിധി, ആ തടസ്സം മാറിയാൽ അത് തുറക്കും, പൂർണ്ണമായി തുറക്കും. അവിടെ നടന്നിട്ടുള്ള കുഴപ്പങ്ങൾ മുഴുവൻ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. എന്നിട്ട് പ്രവർത്തനക്ഷമമാകും. മൂന്നാമത്തെ സ്ഥാപനം പറയും ഓട്ടോകാസ്റ്റിന് ഒരു പുതിയ പ്രൊജക്ട് ഇപ്പോൾ അവിടെ തൊഴിലാളികൾ ഉൾപ്പെടെ, ഞാൻ അവിടുത്തെ ഓഫീസേഴ്സ് യൂണിയന്റെ പ്രസിഡന്റാണ്. പക്ഷെ അവിടുന്ന് റെയിൽവേയുടെ നല്ലൊരു പദ്ധതി പോയി. പോയത് തുടർ നടപടികൾ നമ്മുടെ ആ തുടർ കാലത്തെ ഗവൺമെന്റിന് വന്ന വീഴ്ചയാണ്. ലല്ലു പ്രസാദ് യാദവിന്റെ കാലത്ത് അവർ തന്ന ഒരു MOUയിൽ ഒപ്പിട്ട് അതിന്റെ തുടർ നടപടി കൃത്യമായി റെയിൽവേയുമായും കേന്ദ്ര ഗവൺമെന്റുമായി അന്നത്തെ ഗവൺമെന്റ് കൈക്കൊള്ളാതിരുന്നതിന്റെ ഭാഗമാണ്. പക്ഷെ അത് എം പിക്ക് അത് ചോദ്യം ചെയ്യാമായിരുന്നു പല പ്രാവശ്യവും. MP 2009 2009 MP വരുന്നത്. 2006 മുതൽ ഒരു ഗവൺമെന്റ് 2009 വരെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് MOU ഒപ്പിടുന്നത്. ആ കാലഘട്ടത്തിൽ MP MLA ആണ്, പ്രതിപക്ഷത്താണ്. ആ പ്രതിപക്ഷത്ത് MP ആയി മാറിയ സ്ഥലത്താണ് ഞാൻ വരുന്നത്. എത്രമാത്രം കാര്യങ്ങൾ ഈ ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കി, ഒന്നും നടന്നില്ലല്ലോ. ഇപ്പോൾ ഒരു പുതിയ പ്രൊജക്റ്റിലേക്ക് വരുന്നുണ്ട്. അവിടുത്തെ പ്രധാന പ്രശ്നം ഒരു കുറെ വൈദ്യുതി കുടിശ്ശിക ഗവൺമെന്റിന് കൊടുക്കാനുണ്ട്. അത് കൊടുത്തു തീർത്ത് പുതിയ പ്രൊജക്റ്റിലേക്ക് പോയി കുറെ ഗവൺമെന്റ് ഏജൻസികളുടെ സാധനം തന്നെ അവിടെ ഉത്പാദിപ്പിക്കപ്പെടാൻ കഴിയും. അതോടൊപ്പം തന്നെ റെയിൽവേ, അതുപോലെ അനുബന്ധമായ ചില പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ചില ആവശ്യമായ വസ്തുക്കൾ അവിടെ നിർമ്മിക്കാൻ കഴിയും. അതിലേക്ക് ഞങ്ങൾ പോകും. കുട്ടനാട് പാക്കേജ് ഒരു തുടർച്ചയില്ലാതെ അസ്തമിച്ചു പോകുന്ന ഒരു സ്ഥിതിയിലാണ്. ഒരിക്കലും പോകില്ല. തുടർച്ച ഒരു വർഷം കൂടെ നീട്ടിക്കിട്ടിരിക്കുകയാണ്. 2015 ഡിസംബർ 31 വരെ ഈ പാക്കേജിന്റെ പ്രവർത്തനം നടക്കും. സമയബന്ധിതമായി പൂർത്തീകരിക്കും. ഞാൻ കുട്ടനാട് പാക്കേജിന്റെ ഒരു ഗുണം ഇപ്പോൾ ഉണ്ടായെന്ന് പറയാം. കുട്ടനാട് പാക്കേജിന്റെ ഇപ്പോഴുണ്ടായ ഗുണം, കഴിഞ്ഞ 28 വർഷമായി തരിശ് കിടന്ന് മറ്റ് പല കൃഷി ഇറക്കിയ പാടശേഖരങ്ങൾക്ക് പുറംബണ്ട് കെട്ടാനുള്ള പണം കുട്ടനാട് കാർഷിക പാക്കേജിൽ കഴിഞ്ഞ തവണ ഗവൺമെന്റ് കൊടുക്കാതിരുന്നപ്പോൾ ഈ ഗവൺമെന്റ് ആ കൊടുക്കാതിരിക്കുകയും റാണി ചിത്തിര കായലുകൾക്ക് പുറംബണ്ട് കെട്ടുകയും ആ പുറംബണ്ട് കെട്ടിയതിന്റെ ഫലം ഈ തവണ ഉണ്ടാക്കാൻ ഗവൺമെന്റ് ഇടപെട്ട് കൃഷി ഇറക്കി. അവിടെ കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് വേറെയും പറയാം. കൃഷിമന്ത്രിയും സ്ഥലം MPയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? സ്ഥലം കൃഷിമന്ത്രിയും MPയുമായിട്ടുള്ള പ്രശ്നമല്ല. അത് തെറ്റിദ്ധാരണ പരത്തുന്നതാണ്. അതിനകത്ത് യാഥാർത്ഥ്യങ്ങൾ കൃഷിമന്ത്രിയോട് പറഞ്ഞു. കൃഷിമന്ത്രിയുടെ വകുപ്പ് ഈ കുട്ടനാട് കാർഷിക പാക്കേജിൽ വലിയ ഫണ്ട് വിനിയോഗിക്കുന്ന വകുപ്പല്ല. മൃഗസംരക്ഷണ വകുപ്പിലും കൃഷി വകുപ്പിലും ഈ പുറംബണ്ട് കെട്ടുന്ന കാര്യം ഉൾപ്പെടെ മറ്റ് വെള്ളപ്പൊക്ക നിവാരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇതിൽ 880 കോടി രൂപയുടെ വർക്കുകൾ ചെയ്യുന്നത് ഇറിഗേഷൻ വകുപ്പാണ്. തെറ്റായ ധാരണയാണ്. അവർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അത് ഇതിന്റെ കാര്യത്തിലൊന്നുമല്ല. അത് തഴക്കരയിലെ ഒരു മെഡിക്കൽ കോളേജ് കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് കൃഷിമന്ത്രി കുട്ടനാട് സന്ദർശിച്ചപ്പോൾ താറാവിറച്ചി കഴിക്കാനാണ് വന്നതെന്ന് MP ആരോപണം ഉന്നയിച്ചു പരസ്യമായി പത്രസമ്മേളനത്തിൽ. അങ്ങനെയല്ല, മന്ത്രി MLAയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ്. അതല്ലാതെ അതിന് മറ്റൊരു തരത്തിൽ കാണണ്ട. കുട്ടനാട് കാർഷിക പാക്കേജിന്റെ വിഷയമല്ല. അത് MLAയുടെ വീട് ഏത് മന്ത്രിയായാലും പോകും.
പ്രതിപക്ഷത്തെ MLA ആണെങ്കിലും ഭരണപക്ഷത്തെ MLA ആണെങ്കിലും ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. അത് മന്ത്രി ചെയ്തത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളായ ഞാൻ. എം പി അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. MP അവിടെ പോയി അത്ര സമയം കളയില്ലായിരുന്നു എന്നാണ്. MP-യും MLA ആയിട്ടും വഴക്കില്ല കേട്ടോ. കരിമണൽ ഖനനം വീണ്ടും വിവാദത്തിലേക്ക് വരികയാണ്. യഥാർത്ഥത്തിൽ സ്വകാര്യ മേഖലയിലാണ്, പൊതുമേഖലയിലാണേലും സ്വകാര്യ മേഖലയിലാണേലും ഖനനം വേണ്ട എന്നൊരു നിലപാടാണോ DCC പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് താങ്കൾ? ആലപ്പുഴയിലെ തീരപ്രദേശത്ത് കരിമണലിന്റെ കേന്ദ്രം എന്ന് പറയാവുന്ന സ്ഥലം തൃക്കുന്നപ്പുഴ മുതൽ വലിയഴീക്കൽ വരെയുള്ള ഭാഗങ്ങളാണ് ആലപ്പുഴ ജില്ലയുടെ. അപ്പുറത്ത് ചെല്ലുമ്പോൾ കരുനാഗപ്പള്ളിയുടെ ഭാഗമായ നമ്മുടെ തീരപ്രദേശം വരും. പക്ഷെ ആലപ്പുഴയുടെ ഭാഗത്ത് ഈ ഒരു മേഖലയിലും പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. സർക്കാരിന്റെ അഭിപ്രായമാണോ? സർക്കാരും അങ്ങനെ തന്നെ വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ആലപ്പുഴ. എന്നാൽ അത് കുറെ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ കരിമണൽ കേന്ദ്രങ്ങളുണ്ട്, അവിടെ വേണമെങ്കിൽ ഗവൺമെന്റ് ഉടമസ്ഥതയിലാകാം. സ്വകാര്യ മേഖലയ്ക്ക് ഒരു കാരണവശാലും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ആലപ്പുഴയിലെ ആറാട്ടുപുഴയുടെ തീരപ്രദേശം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു 50 മീറ്റർ മാത്രമേ ഉള്ളൂ ആ തീരം. പക്ഷെ അവിടുന്ന് ഈ തമിഴ്നാട് ലോബി മണ്ണെടുക്കുന്നു എന്നുള്ള ആരോപണം കർശനമായി നിയന്ത്രിക്കണം, അത് തടയണം. ഇപ്പൊ നല്ല നടപടിയുണ്ട്, അവിടുന്ന് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഇപ്പോൾ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകണം. ആ തീരം സംരക്ഷിക്കപ്പെടണം. ആ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിക്കാനുള്ള അവരുടെ അവകാശം, കാടിന്റെ മക്കൾക്ക് കാട്ടിൽ ജീവിക്കാനുള്ള അവകാശം പോലെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്തുന്ന ആ തീരത്ത് താമസിക്കാനുള്ള അവകാശം അവന് സ്ഥാപിച്ച് തന്നെ കൊടുക്കണം. അതിനകത്ത് CRZ-ന്റെ വിലക്കുകൾ ഉണ്ടെങ്കിലും അതും ഒഴിവാക്കപ്പെടണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കൃത്യമായ നിലപാടാണ് കരിമണൽ ഖനനവുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് സർക്കാർ ഏത് രീതിയിൽ എടുക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കെ, താങ്ക് യു.